എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ കുറേ ദിവസത്തെ വ്ളോഗുകൾക്ക് ശേഷം ഞാൻ വീണ്ടും കുറച്ച് സംഭവങ്ങളായിട്ട് എത്തിയിരിക്കുകയാണ്. വേറെ നല്ല കുറച്ച് കിടിലൻ ഡ്രസ്സുകൾ. അഗെയിൻ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഞാൻ ഓരോ വീഡിയോയും ഷോർട്സ് ഇടുമ്പോൾ ഈ ഡ്രസ്സിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞ് കുറേ ചോദിക്കാറുണ്ട്. ചൂട് തുടങ്ങി. ഇവിടെ നിന്ന് അത്ര ചൂടില്ല, തുടങ്ങി എന്ന് പറയാൻ പറ്റില്ല. നാട്ടിൽ വിളിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ വൈകിട്ടും രാവിലെയൊക്കെ തണുപ്പാണ്, മഞ്ഞൊക്കെയാണ്. ഈ ഒരു നേരത്ത് ഫാൻ ഇടാത്തതുകൊണ്ടാണ്. ഫാൻ ഇടുമ്പോഴും ഇതൊക്കെ ആകുമ്പോൾ സൗണ്ട് കാരണം കറക്റ്റ് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചൂട് തോന്നുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നല്ല അടിപൊളി കുർത്തി കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോണത്. ആമസോണിനാണ്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കാർട്ടിലിട്ട് വെച്ചോളൂ, സേവ് ഫോർ ലെറ്റർ കൊടുത്തോളൂ. വാങ്ങണം എന്നില്ല, പക്ഷെ അപ്പോൾ പിന്നെ ഒരു 5-6 വീഡിയോ വേണ്ടി ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആ സംഭവം വേണം തോന്നണമെങ്കിൽ നിങ്ങളുടെ കാർട്ടിലുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ലിങ്ക് കുറേ തപ്പി നോക്കേണ്ടി വരും ബാക്കിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ടാണ്. സോ ഫസ്റ്റ് വൺ ഒരു ബ്യൂട്ടിഫുൾ കോട്ടൺ കുർത്തി, ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ പ്യുവർ കോട്ടൺ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. സ്ലീവ്സ് കണ്ടോ, ഇവിടെ ചെറിയൊരു ഒരു നാട ഒരു ലേസ്, അതെന്തിനാ കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് വേണ്ടാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം, പക്ഷെ ഭംഗിയുണ്ട്. ഇഷ്ടമല്ലെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. കണ്ടോ, വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി കുർത്തി, മെയിനായിട്ട് സമ്മറിൽ ഇടാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി തുണിയാണ്, നല്ല കോട്ടൺ ആണ്, നല്ല കളറാണ്. ഇതിടുമ്പോൾ തന്നെ നമുക്കൊരു കളറ് തോന്നും. ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ഉദിപ്പ് തോന്നും നമ്മുടെ മുഖത്തിന്. അപ്പോൾ അങ്ങനത്തെ ഒരു കിടിലൻ എന്താ പറയുക ഒരു കളറാണ് ഇത്. മസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ആണോ, എനിക്ക് അല്ല ജനസയുടെ ഇന്ത്യയുടെ ആയിട്ടാണ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സെയിലും കാര്യങ്ങളൊക്കെ ആമസോണിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാർട്ടിലിട്ട് വെച്ചാൽ സെയിൽ വരുന്ന സമയത്ത് ഭയങ്കര വില കുറവിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. ഇനി അടുത്തത് ഒരു പാർട്ടി വെയർ ആവാന്ന് വിചാരിച്ചു. കല്യാണങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ റിസപ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഇന്ത്യയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കാരണം എനിക്കറിയാം നാട്ടിലൊക്കെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒരു ഗൗണ് തുന്നിക്കണമെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. ഒരു 5,000 മേലേക്ക് കൊടുക്കണം. അതല്ല ഷോപ്പിൽ പോയി എടുക്കുകയാണെങ്കിലും നല്ല റേറ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കല്യാണത്തിന് ഇടാം, അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ റിസപ്ഷനാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ഒക്കെ ഒരു സെയിൽ വരുമ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിലാണ് സെയിൽ വരുമ്പോൾ സാധനങ്ങൾ ഉണ്ടാവാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അടിപൊളിയായിട്ട് റിസപ്ഷനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. ഇത് അങ്ങനത്തെയാണ്, ഒരു ബ്യൂട്ടിഫുൾ കളർ, എല്ലാ ഭംഗിയുണ്ട്. ഫുൾ ഗൗണാണ്, സ്ലിറ്റ് ഒന്നുമില്ല, ഒരു അനാർക്കലി ഇങ്ങനെ ഫുൾ ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന, എന്നാൽ തടി കുറവ് തോന്നിക്കുന്ന, കാരണം അത്ര സോഫ്റ്റ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഫുൾ സീക്വൻസ് വർക്ക്, ബീഡ്സ് വർക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ അടിപൊളി കളറുമാണ്. ഒരു വൈൻ കളർ എന്നൊക്കെ പറയാം, മെറൂൺ വൈൻ. ഇവിടെ ഫുള്ള് ഇങ്ങനെ വർക്കായിട്ട്, പിന്നെ ബാക്കിയൊക്കെ സിമ്പിൾ വർക്കാണ്. ഒരു ഹെവി വർക്ക് സംഭവമേ ഇല്ല, വളരെ സിമ്പിൾ കുഞ്ഞ് സീക്വൻസ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുവിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ബെൽറ്റ്. ഇത് ഇന്ത്യയുടെ ഒരു സിഗ്നേച്ചർ ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനത്തെ ഒരു ബെൽറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും. അടുത്തതും ഒരു കല്യാണ സീസണൊക്കെ അല്ലേ. മാർച്ച് ഏപ്രിലിൽ അധികം കല്യാണം, മാർച്ചില്ലെങ്കിൽ ഏപ്രിൽ മെയിലൊക്കെ അധികം കല്യാണം സീസണാണ് വരാറ്. പിന്നെ ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് കല്യാണ സീസൺ കുറയാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ്, ഒന്ന് റിസപ്ഷനും ഒന്ന് കല്യാണത്തിന് അങ്ങോട്ട് ആയിക്കോട്ടെ വല്ലവർക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ. ഒരു ബ്യൂട്ടിഫുൾ സാരി, നല്ല ഭംഗിയുണ്ട്. ഈ സാരി ഞാൻ എന്തായാലും ഇപ്പം എടുത്ത് കാണിക്കുന്നില്ല, വേറെ ഒന്നും വേണ്ടല്ലോ. ഇതിൻ്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഞാനിത് തുറന്ന് ആകെ എടുത്ത് അലങ്കോലമാവും. ഇത് ജനസയുടെ ആണ്, നല്ല ഭംഗിയുള്ള സാരി. ഇത് ഞാൻ വാങ്ങിയത് 1000 സംതിങ് റേഞ്ചിലാണ്. പക്ഷേ ഇതൊരു 3000 രൂപയുടെ ലുക്കുള്ള ഒരു സാരിയാണ്. 3000-4000 റേഞ്ചിൻ്റെ ലുക്കുണ്ട്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, സെമി സിൽക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കുന്ന ആ ഒരു സോഫ്റ്റ് മെറ്റീരിയലില്ലേ, അതേ മെറ്റീരിയൽ. ഇത് നമ്മൾ നാട്ടിലൊക്കെ ഒരു ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 2000-3000 റേഞ്ചിലായിരിക്കും വരുന്നത്. ബ്യൂട്ടിഫുൾ കളറും ബ്യൂട്ടിഫുൾ വർക്കുമാണ്. ഇത് ഞാൻ തുറക്കാതെ എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കിത് ബ്ലൗസ് നല്ല ഭംഗിയിൽ സ്റ്റിച്ചൊക്കെ ചെയ്തൊരു ഫംഗ്ഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കാം. കാഞ്ചീപുരം ബനാറസി ഒന്നും അല്ല കേട്ടോ, അതിനെന്തായാലും അതിൻ്റെതായ വിലയുണ്ട്. പക്ഷെ നല്ല സോഫ്റ്റ് തുണിയാണ്, സെമി സിൽക്ക് എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. ഞാൻ എന്തായാലും ഒരു ദിവസം ഇൻസ്റ്റയിലോ ഇതിലൊക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ, അപ്പോൾ രമേശേട്ടനൊക്കെ ഉള്ളപ്പോഴാണ് ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുക. ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ ഇപ്പോൾ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ദിവസമൊക്കെയാണ് എനിക്ക് നന്നായിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ഞാൻ എടുക്കാം. ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് അയൺ ചെയ്യാൻ കൊടുക്കേണ്ടി വരും. എനിക്ക് ഈ സാരി ഒന്നും അയൺ ചെയ്യാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാനിത് എടുക്കാത്തത്. ഭംഗിയിൽ അങ്ങനെ തന്നെ വെച്ചു. പക്ഷെ തുണി ഫുള്ള് ഞാൻ തുറന്നു നോക്കി, അടിപൊളി തുണിയാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ, സൂപ്പർ തുണിയാണ്. കല്യാണം റിസപ്ഷൻ ഉള്ളതായില്ലേ.
ഇനി പിന്നെ ഇത് സമ്മറിൽ സാധാരണ. പിന്നെ എല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇനി വല്ലവരും വെക്കേഷനൊക്കെ പോവാണ്, ടൂറൊക്കെ പോവാണ് എന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള വില കുറവിലുള്ള തുണികളാണ്. കണ്ടു, നല്ലൊരു അടിപൊളി ഒരു ഷർട്ട് മോഡൽ, ഷർട്ട് കം കുർത്ത എന്ന് പറയാം. കാരണം ഇത് കണ്ടാലൊരു ഷർട്ടാന്ന് തോന്നുമെങ്കിലും ഒരു കുർത്തി പോലെ ഇടാവുന്നതാണ്. ബട്ടൺസ് ഒക്കെ ഉണ്ടെങ്കിലും ബട്ടൺസ് അഴിക്കൊന്നും വേണ്ട, തലയിൽ കൂടെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ട്രൈപ്സ് ഉള്ള റെഡ് കളർ, കുറച്ചൊരു കുട്ടി ഷോർട്ട് പോലെയാണ്, പക്ഷെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സ് കണ്ടോ 3/4 ആണ്. കുറച്ച് ഇറക്കം കുറവാണെങ്കിലും കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാം. ഇനി ഓഫീസിലേക്കും വെയർ ചെയ്യാം, പാൻറ്റിൻ്റെ കൂടെയൊക്കെ ഓഫീസിലേക്കും വെയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴോ, മെയിനായിട്ട് വെക്കേഷൻ ഹോളിഡേയ്സിനൊക്കെ എവിടെയെങ്കിലും പോകുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ കുട്ടി ഷർട്ട് സമ്മറിനൊക്കെ ഇടാൻ വളരെ സോഫ്റ്റ് ആകട്ടോ. അത്രയും സോഫ്റ്റാണ്. ഇവിടെ ഇനി ഇങ്ങനത്തെ ഒക്കെ ഇടലാണ് രക്ഷയുള്ളൂ. ഇങ്ങനത്തെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. എന്നാലൊരു വെറൈറ്റി വിലയും കുറവാണ്, അപ്പോൾ പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതും അതെ, നെക്സ്റ്റ് വണ്ണും അതേപോലത്തെ. പിന്നെ ഇതിന് സ്ലീവ്സിനൊരു പ്രത്യേകത ഉണ്ട്, കണ്ടോ? സ്ലീവ്സ് എന്താ വെച്ചാൽ കൈയിന് വണ്ണം. അപ്പം എനിക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കൈയിന് വണ്ണം ഉണ്ട്, പക്ഷെ എന്നാൽ അതിൻ്റെ എന്താ പറയുക വണ്ണം തോന്നാനും പാടില്ല. സ്ലീവ്ലെസ് ഇടണം അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് ഇടണം തോന്നുകയാണെങ്കിൽ അത് വേണ്ട. അപ്പം ഇത് കണ്ടോ, ഇതിവിടെ കെട്ടാൻ പറ്റും, എന്നാൽ നമുക്ക് കുറച്ച് കൈയൊക്കെ കാണിച്ച ഒരു ഭയങ്കര ഫാഷനായിട്ട് കണ്ടോ. ഈ ഒരു സൈഡ് മാത്രം കാണും, കൈയിന് വണ്ണമേ തോന്നില്ല, കാരണം ഇത്രയും സ്ലീവ്സ് ഇത്രയുണ്ട്, പക്ഷെ എന്നാൽ അതിനൊരു കട്ടിങ് ഉള്ളതുകൊണ്ട് കൈ കാണുകയും ചെയ്യും. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളറുമാണ്. ഇത് ആക്ച്വലി കുറച്ച് ലൂസ് പോലെ കിടക്കുമ്പോഴാണ് ഭംഗി. ഭയങ്കര ടൈറ്റിനേക്കാളും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക കുറച്ച് ലൂസ് പോലെ കിടക്കുന്ന ടൈപ്പാണ്. അടുത്തതിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ബ്ലാക്ക്. ഇതും സ്ലീവ്സ് കണ്ടിട്ട് എനിക്ക് ഇങ്ങനത്തെ സ്ലീവ്സിൽ പരീക്ഷണങ്ങൾ നടത്താൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ എന്നാൽ സ്ലീവ്ലെസ് ഇടാൻ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇട്ടിരുന്നു, കാരണം തടിയൊക്കെ നന്നായി ജിമ്മിൽ പോയി കുറച്ചായി. ഇപ്പം അത്ര തടി കുറവില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കൊരു കയ്യിൽ നന്നായി ജിമ്മിലൊക്കെ പോയി ആ ഒരു ടോൺ എഫക്റ്റ് വരുമ്പോഴാണ് എനിക്കത് ഇടുമ്പോൾ ഒന്നും കൂടെ കംഫർട്ട് ആവുക. അപ്പം എന്നാൽ അങ്ങനത്തെ ഇടണം തോന്നുന്നവർക്ക് ഇത് കണ്ടോ, സ്ലീവ്സ് ടൈപ്പ് ഇങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ എനിക്കെപ്പോഴും 3/4 ഇടുമ്പോൾ നല്ല സ്ലിം ആയിട്ട് അപ്പർ ബോഡി തോന്നാറുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ സ്ലീവ്സ് പോലെ കുറച്ച് കൈ കാണണം എന്നുണ്ടെങ്കിൽ അതിന് അങ്ങനത്തെ ഒരു പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഞാനൊരു പാൻറ്റ് എടുത്തു. ഇത് കുറച്ചൊരു പ്ലാസോ ടൈപ്പ് പാൻറ്റ്. ഇത് നമ്മുടെ ഇപ്പോൾ ഈ ഞാൻ കാണിച്ചിട്ടുള്ള ഈ ടോപ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പാൻറ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ കുർത്തിയുടെ കൂടെയും ഇടാം. 2 തരത്തിലും ഇടാൻ പറ്റിയിട്ടുള്ള പാൻറ്റാണ്. ഒരു ഗ്രീൻ കളർ പാൻറ്റ് കേട്ടോ, അടിപൊളി പാൻറ്റാണ്. ഇത് വെറോമോഡയുടെ പാൻറ്റാണ്, കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റാണ് കണ്ടോ. കളർഫുൾ പാൻസ് ആകുമ്പോൾ ഗ്രീന്, പിങ്ക്, പല കളേഴ്സും ഉണ്ട്. അതിൻ്റെ കൂടെ പല കളേഴ്സും മാച്ച് ആയി പോകും. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതെല്ലാം ആമസോണിൽ നിന്നാണ്. എല്ലാത്തിൻ്റെയും ലിങ്ക് വളരെ കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ. എല്ലാം ഒരു സമ്മർ എന്ന് ബേസ് ചെയ്തിട്ട് അധികവും വാങ്ങിയത്. ഷോർട്ട് ടോപ്സുകൾ ഈസി ആയിട്ട് പുറത്തേക്ക് പോകാനൊക്കെ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ പറഞ്ഞ പോലെ സെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പകുതി റേറ്റിൽ കിട്ടും. സോ ഇഷ്ടപ്പെട്ടതൊക്കെ കാർട്ടിലിട്ട് വെക്കാം, എന്നിട്ട് എപ്പോഴാണോ വേണ്ടത് അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കാം. തൽക്കാലം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ബൈ.